മലയാള പ്രേക്ഷകരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വലിയ വാർത്ത, ഒരു വലിയ റിപ്പോർട്ട് തന്നെ പുറത്തു വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇത് കേട്ട് മലയാള സിനിമാ പ്രേക്ഷകർ തന്നെ ഒന്ന് ഞെട്ടി എന്ന് പറയുന്നതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം അത്രയ്ക്ക് വമ്പൻ ഒരു റിപ്പോർട്ട് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇത് വലിയ റൂമർ ആണെങ്കിലും മോളിവുഡിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് റൂമർ എന്ന രീതിയിലാണ് പ്രചരിക്കുന്നത്. റിപ്പോർട്ടിൽ ആദ്യത്തെ കാര്യം പറയാം. മോഹൻലാലിന്റെ അടുത്ത സംവിധാന സംരംഭത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത്. മോഹൻലാലിന്റെ ആദ്യ സംവിധാന സംരംഭമായ ബറോസ് എന്ന ചിത്രം റിലീസിനൊരുങ്ങിയാണ്. അപ്പോഴാണ് മോഹൻലാലിന്റെ അടുത്ത സംവിധാന സംരംഭത്തെക്കുറിച്ചുള്ള വലിയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. മോഹൻലാലിന്റെ അടുത്ത സംവിധാനം 2026 മാർച്ചിൽ ആരംഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവ് ടീമിനെ അന്തിമമാക്കി കഴിഞ്ഞാൽ അഭിനേതാക്കളും അണിയറ പ്രവർത്തകരുമായി ഒരു പത്രസമ്മേളനം നടത്തും എന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രത്തിൽ സംവിധായകൻ മോഹൻലാലിനൊപ്പം നടൻ ഫഹദ് ഫാസിലും മലയാളത്തിലെ മറ്റ് പ്രധാന അഭിനേതാക്കളും ഒപ്പം പൃഥ്വിരാജും കൈകോർക്കുന്നു എന്നതാണ്. മോഹൻലാൽ, ഫഹദ് ഫാസിൽ, പൃഥ്വിരാജ് എന്നിവർ കേന്ദ്ര കഥാപാത്രമാകുന്ന മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രം. ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന പ്രോജക്റ്റ് 2026 ചിത്രീകരണം ആരംഭിക്കും. ഒരു പ്രമുഖ നിർമ്മാണ കമ്പനിയാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഈ റിപ്പോർട്ട് സിനിമാ പ്രവർത്തകർക്കിടയിൽ ആവേശം സൃഷ്ടിച്ചു. പൃഥ്വിരാജും ഫഹദ് ഫാസിലും വേണ്ടി വരാനിരിക്കുന്ന പ്രോജക്റ്റുകളുടെ ലൈനപ്പുകളും വലിയ രീതിയിൽ ശ്രദ്ധ നേടുന്നുണ്ട് എന്നതും എടുത്തു പറയുകയാണ് അവർ. ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഞെട്ടലാണ് ഉണ്ടാക്കിയത്. എന്തായാലും ഇതൊരു റൂമറാണ്. ചിലപ്പോൾ ഭാവിയിൽ സംഭവിച്ചേക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്നാൽ കഴിഞ്ഞ ദിവസം അതിലും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടൊരു റൂമർ പുറത്തു വന്നു. ഒരു റിപ്പോർട്ട് തന്നെ എന്നാണ്. അണിയറയിൽ ചില ചർച്ചകൾ നടക്കുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. കുറച്ചു നാൾ മുമ്പ് ഈ ഒരു റൂമർ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ അടുത്തിടയ്ക്ക് അതൊന്ന് സ്ട്രോങ് ആയിട്ടുണ്ട്. മലയാളത്തിന്റെ സ്റ്റൈലിഷ് സംവിധായകൻ എന്നറിയപ്പെടുന്ന അമൽ നീരദ് ഒരുക്കാൻ പോകുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ചിത്രത്തെക്കുറിച്ചുള്ള റൂമറാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അമൽ നീരദ് ഒരുക്കാൻ പോകുന്ന ഗംഭീര സിനിമകൾ അണിയറയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റേതായി ബോഗൻവില്ല എന്നൊരു ചിത്രം ഉടൻ തന്നെ നമുക്ക് മുന്നിലേക്ക് എത്തും. അദ്ദേഹം ഒരുക്കിയ ബിഗ് ബി, ബാച്ചലർ പാർട്ടി, സാഗറിലിയസ് ജാക്കി, വരത്തൻ, യോബിന്റെ പുസ്തകം എന്നീ സിനിമകളുടെ അമൽ അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞു. സ്ക്രീനിൽ വരുന്ന ഓരോ കഥാപാത്രത്തെയും എത്രത്തോളം മികച്ചതായി അവതരിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം അമൽ ശ്രമിക്കാറുമുണ്ട്. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മോഹൻലാൽ, പൃഥ്വിരാജ്, ഫഹദ് ഫാസിൽ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി അമൽ നീരദ് സംവിധാനം ചെയ്യാൻ പോകുന്നു എന്ന വലിയ റൂമറുകളാണ് വന്നിരിക്കുന്നത്. മലയാളത്തിലെ 3 സൂപ്പർ താരങ്ങളെ അമലിന്റെ സംവിധാനത്തിൽ ഒരു ഫ്രെയിമിൽ കാണാൻ സാധിക്കുന്നുവെന്ന് ആരാധകർ പ്രതീക്ഷിക്കുകയാണ്. എന്നാൽ ഈ ചിത്രത്തെക്കുറിച്ച് ഔദ്യോഗികമായി അറിയിപ്പൊന്നും ഇതുവരെ വന്നിട്ടില്ല. 2 രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒന്ന് മോഹൻലാലിന്റെ സംവിധാനത്തിലും ഒന്ന് അമൽ നീരദിന്റെ സംവിധാനത്തിലും. അപ്പോൾ എന്തോ എവിടെയോ ഒരു കണക്ഷൻ ഉണ്ടെന്നും ഏതോ ഒരു വലിയ ടീം ചർച്ചകൾ നടത്തുന്നുണ്ടെന്നുമുള്ള സ്ട്രോങ്ങസ്റ്റ് റൂമർ പുറത്തു വന്നിരിക്കുന്നു. ഏകദേശം ഉറപ്പിക്കാവുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു സബ്ജക്റ്റ് വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും മോളിവുഡ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നതും ഇതുതന്നെയാണ്. കേരളത്തിലെ ഏറ്റവും ആരാധകരുള്ള കൊറിയൻ ചിത്രം ദി ഗാങ്സ്റ്റർ, ദ കോപ്പ്, ദ ഡെവിളിന്റെ റീമേക്ക് ആകും അമൽ നീരദ് സംവിധാനം ചെയ്യുന്നതെന്നും റൂമറിൽ എടുത്തു സൂചിപ്പിക്കുന്നുണ്ട്. ഈ 3 കഥാപാത്രങ്ങൾ വന്നപ്പോഴേ അങ്ങനെ ഒരു ചർച്ച സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വ്യാപകമായി പ്രചരിച്ചു. ഇതിനു മുമ്പ് ഇങ്ങനൊരു ചിത്രം നടന്നു കാണാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് പ്രേക്ഷകർ വലിയ രീതിയിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടത്തിയിരുന്നു. ഇത് അമൽ നീരദിന്റെ ശ്രദ്ധയിൽപ്പെട്ടോ എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ ഉരുത്തിരിയുന്നത്. ഗാങ്സ്റ്ററായി എത്തിയ കഥാപാത്രം മോഹൻലാലും കോപ്പായെത്തിയ കഥാപാത്രം പൃഥ്വിരാജും ഡെവിളായെത്തിയത് ഫഹദ് ഫാസിലും അഭിനയിക്കണമെന്ന രീതിയിലുള്ള വലിയ കാര്യങ്ങളാണ് അവർ പറഞ്ഞു വെച്ചത്. കൊറിയൻ ലാലേട്ടൻ എന്നറിയപ്പെടുന്ന മാഡോങ് ജിയോക് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിത്രം കൊറിയയിൽ വമ്പൻ വിജയമായിരുന്നു. കോവിഡ് ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ ചിത്രത്തിന് കേരളത്തിൽ ആരാധകരുണ്ടായി. റൂമറുകളെല്ലാം സത്യമാണെങ്കിൽ ആക്ഷൻ സിനിമാ പ്രേമികൾക്ക് ആഘോഷിക്കാനുള്ള എല്ലാ വകകളും ചിത്രത്തിലുണ്ടാകും എന്നാണ് ഇപ്പോൾ ചർച്ചകളിൽ പറയുന്നതും. നിലവിൽ കുഞ്ചാക്കോവനെ നായകനാക്കിയുള്ള ബോഗൻവില്ലയാണ് അമൽ നീരദിന്റെ പുതിയ ചിത്രം. ജ്യോതിർമയി, ഫഹദ് ഫാസിൽ, ഷറഫുദ്ദീൻ, വീണ നന്ദകുമാർ എന്നിവരും ചിത്രത്തിന്റെ ഭാഗമാകുന്നുണ്ട്. അതേസമയം മോഹൻലാൽ നായകനാകുന്ന എമ്പുരാന്റെ സംവിധാന തിരക്കിലാണ് പൃഥ്വിരാജ്. ഇപ്പോൾ 2019 പുറത്തിറങ്ങിയ ലൂസിഫറിന്റെ 2ാം ഭാഗമാണ് എമ്പുരാൻ. അല്ലു അർജുൻ നായകനാകുന്ന പുഷ്പ 2വിന്റെ അവസാനഘട്ട ചിത്രീകരണത്തിലാണ് ഫഹദ്. അല്ലു അർജുന്റെ വില്ലനായ ഭൻവർ സിംഗ് ഷെഖാവത്ത് എന്ന കഥാപാത്രത്തെയാണ് ഫഹദ് അവതരിപ്പിക്കുന്നത്. എല്ലാവരും അവരുടെ വമ്പൻ പ്രോജക്റ്റുകളിൽ ബിസിയായിരിക്കുമ്പോൾ ഈ വമ്പൻ 3 താരങ്ങളും ഒരുമിച്ചെത്തി അമൽ നീരദ് സംവിധാനം ചെയ്താലോ അതോ ഇനി മോഹൻലാൽ തന്നെ സംവിധായകനാകുമോ? എന്തായാലും ഒരു സ്ട്രോങ്ങസ്റ്റ് റൂമർ തന്നെയാണ് ഇപ്പോൾ മോളിവുഡിൽ എത്തിയിരിക്കുന്നത്. സംഭവിക്കാൻ സാധ്യത ഏറെ കൂടുതൽ എന്ന് പറയേണ്ടതുണ്ട്. കാരണം അടുത്തിടെ മോഹൻലാലും ഫഹദ് ഫാസിലും കണ്ടുമുട്ടിയിരുന്നു. അതുകൂടാതെ റൂമറുകൾ പലയിടത്തു നിന്നും പല കോണിൽ നിന്നും വരുന്നു.